കാസർഗോഡാണ്. ആരോഗ്യരംഗത്ത് കാസർഗോഡിന് മറ്റൊരു പൊൻതൂവൽ സമ്മാനിച്ചുകൊണ്ട് CM മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് ചെർക്കള കേക്കപ്പള്ളി യാഥാർത്ഥ്യമായിരിക്കുകയാണ്. എന്നോടൊപ്പം ഉള്ളത് CM മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ MD കൂടിയായിട്ടുള്ള മൊയ്തീൻ ജാസിർ അലി സാറാണ്. കാസർഗോഡ് ജില്ലയിൽ തന്നെ ഒരു ജനകീയനായിട്ടുള്ള ഡോക്ടറാണ് അദ്ദേഹം. തീർച്ചയായിട്ടും അദ്ദേഹമായിട്ട് ഈ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ഹോസ്പിറ്റലിന് നൂതനമായിട്ടുള്ള സൗകര്യങ്ങൾ, ചികിത്സ സംവിധാനങ്ങളെ കുറിച്ചുള്ള ചെറിയൊരു ഇന്റർവ്യൂ ആണ്. ഏതായാലും ആരോഗ്യരംഗത്ത് ഏറ്റവും ദൗർബല്യം നേരിടുന്ന കേരളത്തിൽ തന്നെ ഏറ്റവും ആരോഗ്യരംഗത്ത് പിന്നോക്കം നിൽക്കുന്ന ഒരു ജില്ലയാണ് നമ്മുടെ കാസർഗോഡ്. നേരായ രീതിയിലുള്ള ഒരു ചികിത്സ ലഭിക്കണമെന്ന് ഈ അടുത്ത് വരെ മംഗലാപുരത്തെ അതിർത്തി കടന്ന് ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, കോവിഡ് കാലത്തൊക്കെ നമ്മൾ നേരിട്ട ചികിത്സ അസൗകര്യങ്ങൾ കാരണം അതിർത്തിയിൽ രോഗികൾ മരിക്കുന്ന അവസ്ഥ കൂടി ഉണ്ടായി. ആ ഒരു സമയത്താണ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്തുകൊണ്ട് കാസർഗോഡ് ആയിക്കൂടാ എന്നൊരു ആശയം തന്നെ വരുന്നത്. തീർച്ചയായിട്ടും നിലവിൽ ആദ്യത്തെ മൾട്ടി സ്പെഷ്യാലിറ്റി വിങ് ടച്ച് ഹോസ്പിറ്റൽ യാഥാർത്ഥ്യമാകുന്നു. കുറച്ചുകൂടി ജനസ്വീകാര്യത നേടിക്കൊണ്ട് തന്നെ അങ്ങയുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. മംഗലാപുരത്തെ ആശ്രയിക്കാതെ തന്നെ പൂർണ്ണമായും ഒരു ജനങ്ങൾക്ക് ആശ്രയിക്കാൻ പറ്റിയ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആയിരിക്കും. എന്ത് പറയുന്നു? തീർച്ചയായും അത് തന്നെയാണ് നമ്മുടെ ഉദ്ദേശം. ഈ ആശുപത്രിയെ ഈ കോവിഡ് സമയത്ത് പല പ്രഖ്യാപനങ്ങളും നടത്തിയിട്ടുണ്ടെങ്കിലും പല ആൾക്കാരും അതിന് എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിലും കാസർഗോഡ് ഇത്തരം ആശുപത്രി കൊണ്ടുവരുന്നെങ്കിൽ കുറെ ചലഞ്ചസ് ഉണ്ട്, കുറെ വെല്ലുവിളികളുണ്ട്. ആ വെല്ലുവിളികൾ എന്തെന്ന് പറഞ്ഞാല് നമ്മുടെ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമെന്ന രീതിയിലാണ് നമ്മൾ ഉദ്ദേശം. ഈ ആശുപത്രി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ആദ്യമായി ഞാൻ പറയട്ടെ, ഒരു പണലാഭമല്ല. തീർച്ചയായിട്ടും ആത്മാർത്ഥമായിട്ട് പറയുന്നത്, ഇതിന്റെ ലാഭം എടുത്ത് ബാക്കി ബിസിനസ്സോ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ ആശുപത്രി, ഇത് സാധാരണക്കാർക്കും പണക്കാർക്കും ഒരേ രീതിയിലുള്ള ചികിത്സ കിട്ടണം, പല രീതിയിലുള്ള ചൂഷണങ്ങൾക്ക് നമ്മളെ ജനങ്ങൾ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ടുള്ള ഒരു ചെറിയൊരു സംരംഭമാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും ഈ ആശുപത്രി നമ്മുടെ ആദ്യഘട്ടം ഒക്ടോബർ 2 ആരംഭിച്ചിരിക്കും. ജാസിർ ഭായി പറഞ്ഞതുപോലെ തന്നെ നല്ലൊരു ജനസ്വീകാര്യതയാണ് നമുക്കിപ്പോ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റൂ, 24 മണിക്കൂർ കാർഡിയോളജി സേവനം, എമർജൻസി സേവനം, മെഡിസിൻ സേവനം, പീഡിയാട്രീഷ്യ സേവനം, 2 പീഡിയാട്രീഷ്യന്മാർ കൂടിയിട്ടുള്ള പീഡിയാട്രീഷ്യ സേവനം, ഗ്യാസ്ട്രോ സർജന്റെ സേവനം, അതേപോലെ ഓങ്കോ സർജന്റെ സേവനം, ജനറൽ സർജന്റെ സേവനം, മംഗലാപുരത്ത് അതിപ്രശസ്തനായ ENT ഡോക്ടറുടെ സേവനം, പല രീതിയിലുള്ള സർവീസുകൾ ആദ്യഘട്ടം തന്നെ നമുക്ക് ആരംഭിക്കാൻ പറ്റി. നേരത്തെ ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ കാസർഗോഡ് ജില്ലയിൽ നിലവിലുള്ള ഏറ്റവും ജനകീയനായിട്ടുള്ള ഡോക്ടറാണ് നിങ്ങൾ. പ്രത്യേകിച്ച് ഡോക്ടറിനെ കുറിച്ച് പറയുമ്പോൾ കോവിഡ് കാലത്ത് പല ഡോക്ടർമാർ പല ഹോസ്പിറ്റലുകളും രോഗികളെ ശുശ്രൂഷിക്കാൻ പരിചരിക്കാൻ തന്നെ ഭയപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ജനങ്ങൾക്ക് ഒരു പ്രചോദനം, ഒരു കരുത്ത് നൽകി, ആ സമയത്ത് കരുത്ത് നൽകി എല്ലാ രോഗികളെയും ഒരു ഭയം കൂടാതെ പരിശോധിച്ച വേണ്ട ചികിത്സ നൽകിയ ഒരു ഡോക്ടറാണ് നിങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ അങ്ങുണ്ടായ ആ കോവിഡ് ഭയം തന്നെ അങ്ങയുടെ ഒരു ആത്മാർത്ഥമായ സേവനത്തിലൂടെ, ആ ഒരു ഇടപെടലിലൂടെ മാറ്റാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അങ്ങ് നേതൃത്വം നൽകുന്ന ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, അത് എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മൂക്കിന് താഴെ നമ്മുടെ സ്വന്തം നാട്ടിൽ എന്തുമാത്രം പ്രതീക്ഷ ജനങ്ങൾക്ക് ഈ ഹോസ്പിറ്റലിൽ നിന്ന് വെച്ചു പുലർത്താൻ സാധിക്കും? ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മോട്ടോ തന്നെ സർവീസാണ്. അതായത് വി ട്രീറ്റ് ഈസ്, നമ്മൾ ചികിത്സിക്കുന്നു, പഠിച്ചോൻ സുഖപ്പെടുത്തുന്നു. അതായത് ആത്മാർത്ഥമായിട്ട് ജനങ്ങൾക്ക് സേവിക്കാനുള്ളത്. ഞാൻ എൻ്റെ രോഗികളെ കാണുന്നത് എൻ്റെ ഉപ്പയെ പോലെ, എൻ്റെ ഉമ്മയെ പോലെ, എൻ്റെ സഹോദരയെ പോലെ അങ്ങനെ തന്നെയാണ് കാണുന്നത്. എനിക്ക് എൻ്റെ രോഗികളുടെ സന്തോഷം ആണ് എൻ്റെ തൃപ്തി. ഞാൻ എൻ്റെ സഹപ്രവർത്തകരോട് പറയുന്നത്, രോഗം ചിലപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് സുഖപ്പെടുത്താൻ പറ്റിയില്ലെങ്കിൽ പോലും ആൾക്കാർ ഇവിടെ വന്നാൽ ഇവിടെ ഇറങ്ങി പോകുമ്പോൾ സംതൃപ്തിയോടെ സന്തോഷത്തോടെ പോകണം. ആദ്യം ഒരു ആശുപത്രി വരുമ്പോഴുള്ള ചെറിയ സിസ്റ്റമിലെ പാകപ്പിഴവുകൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ പോലും അത് തീർച്ചയായും ഓവർകം ചെയ്യാനുള്ള പല രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. സാറിന്റെ അടുത്ത് എത്തുന്ന രോഗികൾ ശാരീരികമായിട്ടുള്ള ആരോഗ്യം വീണ്ടെടുത്ത് മാത്രമല്ല, മാനസികമായിട്ടുള്ള ആരോഗ്യം വീണ്ടെടുത്ത് കൂടി പോകണം അല്ലെ? തീർച്ചയായും ഞാൻ തന്നെയല്ല, ഇവിടെ വരുന്ന എല്ലാ ഡോക്ടർമാരും ആത്മാർത്ഥമായി എത്തിക്സ് പ്രാക്ടീസ് നടപ്പിലാക്കണമെന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ അപ്പോയിന്റ് ചെയ്ത ഡോക്ടർമാരോട് പറഞ്ഞത് ഒരേ ഒരു കാര്യമാണ്, ഞങ്ങൾ മാനേജ്മെന്റ് നിങ്ങൾ സന്തോഷിപ്പിക്കേണ്ട, നമ്മളിവിടെ വരുന്ന പാവപ്പെട്ട രോഗികളും ബാക്കിയുള്ള ആൾക്കാരെ നിങ്ങൾ സന്തോഷിപ്പിക്കാൻ നോക്കുക. അതാണ് നമ്മൾ പറഞ്ഞത്. ചില ആശുപത്രികൾ അങ്ങനെ പറയാൻ പാടില്ല, എന്നാലും ചില രീതിയിൽ സർജറി പറഞ്ഞ കേസുകൾ നിങ്ങൾ സർജറി ഇല്ലാതെ ഒഴിവാക്കി തന്നാലായിരിക്കും എനിക്ക് സന്തോഷം എന്നാണ് ഞാൻ സർജന്മാരോട് പറഞ്ഞത്. ആൻജിയോപ്ലാസ്റ്റി പറഞ്ഞ കേസുകൾ നിങ്ങൾ ആൻജിയോപ്ലാസ്റ്റി ആൻജിയോഗ്രാം ഇല്ലാതെ
നേരായ രീതിയിൽ ചികിത്സിച്ചാൽ എനിക്ക് സന്തോഷമെന്നാണ് എന്റെ കാർഡിയോളജിസ്റ്റിനോട് ഞാൻ പറഞ്ഞത്. ചൂഷണം ചെയ്തിട്ടുള്ള ഒരു ഇത് ആവശ്യമില്ല. പൊതുവെ ഒരു തെറ്റിദ്ധാരണയാണ് ആരോഗ്യമേഖല മൊത്തം ചൂഷണം എന്ന രീതിയിൽ. എന്നാലും വളരെ വളരെ ന്യൂനമായ അത്തരം കാര്യങ്ങൾ ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റൂല. പക്ഷെ രോഗികൾക്ക് അങ്ങനത്തെ ഒരു തോന്നൽ പോലും വരുത്താതെ കാര്യങ്ങൾ ചെയ്യണം എന്നതാണ് നമ്മളെല്ലാം ആഗ്രഹം. നമ്മളെല്ലാവരും പഠിച്ചവനോട് വിശ്വാസമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് ഒരിക്കലും അത്തരം സാമ്പത്തിക ലാഭത്തിന്റെ മേലിൽ നമ്മൾ പോവില്ല. അത് എനിക്ക് തീർച്ചയായും ഇല്ല, ഇതിൽ ലാഭേച്ഛ ആഗ്രഹിക്കുന്നില്ല. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ എന്റെ സഹപ്രവർത്തകർക്ക് ശമ്പളം ബാക്കി കാര്യങ്ങൾ കൊടുക്കാനും ഇതിൽ നിന്ന് എന്തെങ്കിലും ചെറിയ രീതിയിൽ ലാഭം കിട്ടുന്നുണ്ടെങ്കിൽ ഈ ആശുപത്രി വികസനത്തിന് വേണ്ടി മാത്രമാണ്. അതുപോലെ നാട്ടുകാരെ സേവിക്കുന്നതാണ് ഈ ആശുപത്രി വികസനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു 2-3 മാസം കൊണ്ട് നമുക്ക് പൂർണ്ണമായി മംഗലാപുരത്തെയും കണ്ണൂര് കോഴിക്കോട് ആശ്രയിക്കാതെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്ന രീതിയിലാണ് എന്റെ പ്രതീക്ഷ. ഡോക്ടർ ആ പദം തന്നെ ഒരു വിശ്വാസമാണ്, കരുതലാണ്. ജീവിച്ചിരിക്കുന്ന ഏതൊരു രോഗിയുടെയും അവന്റെ കൺമുന്നിലുള്ള ദൈവമാണ് ഡോക്ടർ. ഡോക്ടർ എന്ന രീതിയിൽ അങ്ങയുടെ സേവനത്തെ കുറിച്ച് അങ്ങ് പൂർണ്ണ സംതൃപ്തനാണോ? എന്താണ് സാർ പറയാനുള്ളത്? തീർച്ചയായും ഇതുവരെ അൽഹംദുലില്ലാ പഠിച്ചവന്റെ സ്തുതി കൊണ്ട് രോഗികളോട് നല്ല രീതിയിൽ ഇതാക്കാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റുമോ, ഞാൻ മുമ്പ് വർക്ക് ചെയ്ത 7 വർഷം വർക്ക് ചെയ്ത ഒരു ആശുപത്രിയിൽ ഒരു രോഗി പോലും എന്നോട് മുഖം വീർപ്പിച്ച് സംസാരിക്കാതെയാണ് ഞാൻ ഇവിടുന്ന് പടിയിറങ്ങി വന്നിട്ടുള്ളത്. ജീവിതകാലം അതേപോലെ രോഗികൾക്ക് സർവീസ് കൊടുത്ത് അങ്ങനെ ആവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും ആരോഗ്യ മേഖലയിലുള്ള തെറ്റിദ്ധാരണകൾ ഒഴിവാക്കണമെന്നാണ് പ്രിയപ്പെട്ട നാട്ടുകാരോട് അഭ്യർത്ഥിക്കാനുള്ളത്. അതെപ്പോഴും അതൊരു അഭ്യർത്ഥനയാണ്. പലപ്പോഴും എപ്പോഴും ഇതൊരു ലാഭം ഉണ്ട് ഇതല്ല. ചിലപ്പോ പല ആശുപത്രികളെ പറ്റി പറയുമ്പോൾ കുറെ ദിവസം ആവശ്യമില്ലാതെ വെന്റിലേറ്റർ കെടുത്തി എന്ന രീതിയിലെല്ലാം ചിലതെല്ലാം തെറ്റിദ്ധാരണയാണ്. ആവശ്യം വന്ന കേസിലാണ് മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ കെടുത്താറുള്ളത്. എന്നാലും ചില മൈനോറിറ്റി ചില ആൾക്കാർ അങ്ങനെ ചെയ്യുന്നില്ലോ എന്ന് എനിക്ക് പറയാൻ പറ്റൂല. പക്ഷെ നമ്മൾ ഒരിക്കലും എത്തിക്സ് വിട്ടിട്ടില്ല കളിക്കുണ്ടാവില്ല. പഠിച്ചതിനുള്ള ഓർമ്മ എന്നും നമുക്കുണ്ടാവും. ഒരുപാട് ഭാഗങ്ങളിൽ സൂചിപ്പിച്ചു. എങ്കിലും ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു, മൾട്ടി സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ കാസർഗോഡ് വെച്ചുള്ള പ്രത്യേകിച്ച് ജനങ്ങൾക്ക് ഉള്ളിലുള്ള ഒരു ഭയം എന്ന് പറയുന്നത് വർദ്ധിച്ചേക്കാവുന്ന ചികിത്സാ ചെലവാണ്. തീർച്ചയായിട്ടും ഏത് രീതിയിൽ സമൂഹത്തിൽ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്നവരായി കഴിഞ്ഞാൽ ഏറ്റവും അടിത്തട്ടിലുള്ള, സാർ നേരത്തെ പല സന്ദർഭങ്ങളിൽ അത് പറഞ്ഞു, വലിയ സന്തോഷം ആ കാര്യം എടുത്തു പറഞ്ഞാൽ, ഏറ്റവും അടിത്തട്ടിലുള്ള സാധാരണക്കാർ വരെ രോഗികൾ എല്ലാവരും മനുഷ്യരായി കഴിഞ്ഞാൽ രോഗിയാവും ഏത് സമയത്താവും പറയാൻ പറ്റില്ലല്ലോ. ഏത് രീതിയിലുള്ള ചികിത്സ, ഏത് രീതിയിലുള്ള പ്രതീക്ഷ ജനങ്ങൾക്ക് ഇവിടെ സാറിന്റെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വെച്ച് പുലർത്താൻ വേണ്ടി സാധിക്കും? എങ്ങനെ ഏതൊരാൾക്കും വന്ന് കയറാൻ പറ്റുന്ന ഒരു ഹോസ്പിറ്റലായിരിക്കും? അതെ, തീർച്ചയായും ആ പേര് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി എന്ന പേര് ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന പേരാണ്. നമ്മുടെ കാസർഗോഡ് ഭാഷയിൽ പറഞ്ഞാൽ മൾട്ടികൾക്ക് മൾട്ടി ആശുപത്രി വരുന്നത് അതല്ല. ഈ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും സുസജ്ജമാകുന്നത്. സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റുകളെ പോലെ തന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റ് ഉള്ള ആശുപത്രിയാണ് മൾട്ടി സ്പെഷ്യാലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. ഞാൻ എന്റെ ഈ 14 വർഷം MBBS ശേഷമുള്ള പ്രാക്ടീസിന്റെ ഇടയിൽ കൂടുതൽ ചികിത്സിച്ചത് പാവങ്ങളെയും ഇടത്തരക്കാരായിട്ടുള്ള രോഗികളെയാണ്. അപ്പൊ അവരുടെ വിഷമങ്ങൾ എനിക്ക് തീർച്ചയായും മനസ്സിലാവും. ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ട് നമുക്കൊരു ഇന്റർനാഷണൽ ഇൻഫ്രാസ്ട്രക്ചർ ഇവിടെ ആക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഭീമമായ തുക അതിനു വേണ്ടിയിട്ട് രോഗികളുടെ ഇടയിൽ എടുക്കുന്നത് ഞാൻ ഏറെ ആത്മാർത്ഥതയോടെ ബഹുമാനത്തോടെ ഇതാക്കുന്ന എന്റെ ഫാദർ ഒരിക്കലും സമ്മതിക്കുന്ന ഒരു സംഭവമല്ല. എന്റെ ഫീസ് പോലും വർദ്ധിപ്പിക്കാൻ പാടില്ല എന്ന രീതിയിലാണ് എന്റെ ഫാദർ ആദ്യം പറഞ്ഞത്. റൂമിന്റെ ലാഭങ്ങളോ കാര്യങ്ങളോ നമുക്ക് വേണ്ട, കാസർഗോഡ് നടക്കുന്ന ആശുപത്രിന്റെ റൂം റേറ്റ് അല്ലാതെ കൂടുതൽ റേറ്റോ ബാക്കി കാര്യങ്ങളൊന്നും ഈ ആശുപത്രിയിൽ ഉണ്ടാവുകയില്ല എന്നത് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു വാഗ്ദാനമായിരിക്കും. ഫാദർ എന്ന് സൂചിപ്പിച്ചത് ഈ ഹോസ്പിറ്റലിന്റെ ചെയർമാനാണ് CM അബ്ദുൽ ഖാദർ സാഹിബ്. കാസർഗോഡും മംഗലാപുരം അല്ലെങ്കിൽ കേരളത്തിലെ മറ്റ് ജില്ലകളിലെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ നിലവിലെ പരിശോധിക്കുമ്പോൾ അടിസ്ഥാനപരമായിട്ടുള്ള ഏറ്റവും വലിയ അസൗകര്യങ്ങൾ നേരിടുന്ന ഒരു ജില്ല കൂടിയാണ്. ഏത് രീതിയിൽ ഈ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അങ്ങേക്ക് ആ പരിമിതികൾക്ക് ഏത് രീതിയിൽ മറികടക്കാൻ വേണ്ടി സാധിക്കും? കോവിഡ് സമയത്ത് ബോർഡർ അടിച്ചതുകൊണ്ട് ഒരു 94 രോഗികളെ അഡ്മിറ്റ് ചെയ്ത് കണ്ട ഒരു ഏക ഫിസിഷ്യൻ എന്ന രീതിയിൽ എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും. രോഗികളെ അഡ്മിറ്റ് ആക്കി തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു സമയത്ത്. കാരണം ബോർഡർ അടിച്ചു, കോവിഡ് ഡെങ്കും ഒന്നിച്ച് വന്നു,
രണ്ടില് പോലും രോഗികളെ കിടത്തി എവിടെയും പോകാൻ പറ്റാത്ത അവസ്ഥ, ഓക്സിജന്റെ ലഭ്യത ഇല്ലായ്മ, എല്ലാം കൊണ്ട് വീർപ്പ് മുട്ടിയ ഒരു അവസ്ഥ ഞാൻ രോഗികൾ കണ്ടിട്ടുണ്ട്. റംസാൻ മാസത്തിൽ രാവിലെ റൗണ്ട്സ് തുടങ്ങിയാൽ നോമ്പ് തുറക്കം പോലും റൗണ്ട്സ് തീരാത്ത ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അവരുടെ വിഷമങ്ങൾ നന്നായി മനസ്സിലാക്കി തന്നെയാണ് ഇങ്ങനത്തെ ഒരു ആശയം ഞാൻ കൊണ്ടുവന്നത്. തീർച്ചയായും ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരേ ഒരു കാര്യം തന്നെയാണ്, നിങ്ങൾ അതിർത്തികൾ കടന്നോ അതിർ ജില്ലകളെ ആശ്രയിക്കാതെ നമ്മുടെ ജില്ലയിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള സർവീസ് കൊടുക്കാനുള്ള ആദ്യ പടിയുടെ തുടക്കമാണ് നമ്മൾ ഒക്ടോബർ 2-ാം തീയതി കൊണ്ട് തുടങ്ങിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് കാത്ത് ലാബും CT സ്കാൻ സൗകര്യങ്ങളും മറ്റ് ആധുനികമായ എല്ലാ സൗകര്യങ്ങളും ഈ മാസത്തിന്റെ അവസാനത്തോടു കൂടി നമ്മുടെ ആശുപത്രി റെഡിയാവും. എല്ലാ സൂപ്പർ സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർമാർ ഘട്ടം ഘട്ടമായി നമ്മുടെ ആശുപത്രി ജോയിൻ ചെയ്യുന്നതായിരിക്കും. കാസർഗോഡ് ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ കാഷ്വാലിറ്റിയും നമ്മുടെ ഒരു പ്രത്യേകതയാണ് പ്രൈവറ്റ് ബർത്ത് സൂട്ട് ഡെലിവറി, അതുപോലുള്ള സംഭവങ്ങൾ നമുക്കുണ്ട്. ഈ കാഷ്വാലിറ്റിയിൽ ഇനി വരാൻ പോകുന്ന ഡോക്ടർ 26 വർഷം പ്രാവീണ്യമുള്ള എല്ലാവിധ എമർജൻസി കേസുകളും ഡീൽ ചെയ്ത ഡോക്ടർ തന്നെയാണ്. തീർച്ചയായും നമ്മളെ കാർഡിയോളജിസ്റ്റ് തന്നെ കണ്ണൂർ ആശ്രമിംസിലെ ഒരു പ്രമുഖനായ കാർഡിയോളജിസ്റ്റിനാണ് നമുക്കിവിടെ ഫുൾ ടൈം കാർഡിയോളജിസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അദ്ദേഹം നല്ലൊരു എത്തിക്കൽ പ്രാക്ടീസിന്റെ ഉടമയാണ്, നല്ലൊരു മനുഷ്യ സ്നേഹിയാണ്. അതേപോലെ തന്നെ ഇനി കുട്ടികൾക്ക് അസുഖം വന്ന് പാതിരാത്രി കുഞ്ഞുങ്ങൾക്ക് ചികിത്സ കിട്ടാത്ത അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 24 മണിക്കൂർ പീഡിയാട്രീഷ്യൻ സൗകര്യം പോലും. അതെ, 24 മണിക്കൂർ പീഡിയാട്രീഷ്യൻ സൗകര്യമുണ്ട്. രാത്രി 12 മണി വരെ നീണ്ടു നിൽക്കുന്ന OPDകൾ പീഡിയാട്രീഷ്യന്റെ ഉണ്ടാവും, ജനറൽ മെഡിസിന്റെ ഉണ്ടാവും, ഓർത്തോപീഡിക്കിന്റെ ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് ഗൈനക്കോളജിന്റെ കൂടെ ഈ ആശുപത്രി ഉണ്ടായിരിക്കുന്നതായി. ഡോക്ടർ മൊയ്തീൻ ജാഫർ അലി എന്ന ആ ഒരു പേര് ജനങ്ങൾ കൂടുതൽ അറിയുന്നത് കാസർഗോഡ് EK നാനാർ, 4ാമത് EK നാനാർ ഹോസ്പിറ്റലിൽ സാറിന്റെ സേവനമുള്ള സമയത്താണ്. അവിടെ തന്നെ ഞാൻ മനസ്സിലാക്കിയത് ഏകദേശം 100ഉം അതിന്റെ മുകളിൽ ഒരു ദിവസം തന്നെ സാറിന്റെ അടുത്തേക്ക് രോഗികൾ എത്തുന്ന ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു സാഹചര്യം. അതുപോലെ അതിനേക്കാൾ കുറച്ചുകൂടി കൂടുതലാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ. കാരണം ഒരു ദിവസം തന്നെ ഞാനിപ്പോൾ വന്ന സമയത്ത് തന്നെ ഒരുപാട് രോഗികൾ അത് ആ സമയം വരെ വെയിറ്റ് ചെയ്തിട്ടാണ് ഈ ഇന്റർവ്യൂ പോലും എടുക്കുന്നത്. സാറിന് സമയമില്ല, കാരണം ഒരു ദിവസം തന്നെ 200ഉം അതിന്റെ മുകളിൽ രോഗികളുണ്ട്. ഇപ്പോൾ തന്നെ 150ഓളം അല്ലെ ടോക്കനൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ തീർച്ചയായിട്ടും അങ്ങനെ കൂടാതെ ബാക്കി ഏതൊക്കെ രീതിയിലുള്ള ഡോക്ടേഴ്സിന്റെ സേവനം അതേ രീതിയിൽ ഇവിടെ ലഭ്യമാക്കാൻ വേണ്ടി പറ്റും. തീർച്ചയായും ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആദ്യഘട്ടം തന്നെ ആശ്രമിംസിലുള്ള ഡോക്ടർ അബ്ദുൽ നവാഫ് കാർഡിയോളജിസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്കി ഡിപ്പാർട്ട്മെന്റുകളായാലും ഡോക്ടർ അഞ്ജുഷ പീഡിയാട്രീഷ്യൻ, ഇന്ത്യയിൽ തന്നെ പ്രമുഖ ഇൻസ്റ്റിറ്റ്യൂട്ടായ റെയിൻബോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഹൈദരാബാദിലെ പ്രൊഡക്റ്റ് ആണ്. കണ്ണൂരിൽ 4 വർഷം പരിചയമുണ്ട് വർക്ക് ചെയ്തിട്ട്. രാത്രിയിലുള്ള പ്രാവീണ്യം തെളിയിച്ച ഡോക്ടർ ബസവരാജും നല്ലൊരു പീഡിയാട്രീഷ്യൻ കൂടിയാണ്. ഓർത്തോപീഡിഷ്യൻ എടുക്കുന്നതാണെങ്കിൽ കാസർഗോഡ് ജില്ലയിൽ തന്നെ പ്രശസ്തനായ ഡോക്ടർ പ്രസാദ് മേനോൻ ടീമാണ് ഇവിടെ ഓർത്തോപീഡിഷ്യനായി വന്നിട്ടുള്ളത്. ENT ആണെങ്കിൽ കാണിച്ചൂർ മെഡിക്കൽ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ടുള്ള ഡോക്ടർ അനീസയുടെ സേവനം രാവിലെ 9 മണി മുതൽ 5 മണി വരെയും. എനപ്പയ മെഡിക്കൽ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസറായ ഡോക്ടർ ദീക്ഷിത് ഒരുപക്ഷെ നല്ല ENT സർജറി ചെയ്ത് പ്രാവീണ്യമുള്ള CMC വെല്ലൂർ പ്രൊഡക്റ്റ് കൂടിയാണ് ഡോക്ടർ ദീക്ഷിത്. ഡോക്ടർ ദീക്ഷിതിന്റെ സേവനം 5 മണി മുതൽ 8 മണി വരെ ഉണ്ടാവുന്നതായിരിക്കും. മംഗലാപുരം എനപ്പയ മെഡിക്കൽ കോളേജിൽ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ടുള്ള ക്യാൻസർ സർജനായ ഡോക്ടർ നൂർ മുഹമ്മദിന്റെ സേവനവും ഈ ആശുപത്രിയിൽ ലഭ്യമാണ്. മംഗലാപുരത്തെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ടുള്ള ഡോക്ടർ ഷസീൻ ജനറൽ സർജൻ ആയിട്ടുള്ള സേവനം കൂടി ഈ ആശുപത്രിയിൽ ലഭ്യമാണ്. അപ്പൊ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഒന്നിനൊന്ന് മെച്ചമാണ്. ഇനി വരാൻ പോകുന്ന ഡോക്ടർമാരും മറ്റു പല പ്രമുഖ ആശുപത്രിയിൽ നിന്ന് പ്രാവീണ്യം തീർച്ചയായും അത് നമുക്ക് അഭിമാനത്തോടെ പറയാം. നമ്മൾ ഈ കൊച്ചു ഗ്രാമം പോലെയുള്ള പ്രദേശത്ത് പോലും ഈ ഇത്തരം ഡോക്ടർമാരെ നമുക്ക് കൊണ്ടുവരാൻ പറ്റിയത് വളരെ സന്തോഷമാണ്. തീർച്ചയായും ജനങ്ങളുടെ പ്രതീക്ഷ തെറ്റിക്കൂല. നമ്മൾ ജനങ്ങളോട് ഒരേ അഭ്യർത്ഥന, നമ്മളെ തെറ്റിദ്ധരിക്കരുത്, ഇതൊരു ബിസിനസ് ആയിട്ട് കൊണ്ട് നടക്കുന്നതല്ല. തീർച്ചയായും പറയുന്നത് പൂർണ്ണമായിട്ടുള്ള സേവനമാണ്. സൗജന്യ സേവനം നമുക്ക് സാങ്കേതികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നത് കൊണ്ട് ചെറിയ അളവിൽ കാസർഗോഡ് ജില്ലയിൽ സാധാരണ രീതിയിൽ കണ്ടുവരുന്ന പൈസ വാങ്ങിയിട്ടുള്ള ഒരു സേവനമായിരിക്കും നമ്മൾ. ഒരിക്കൽ സാറിന്റെ അടുത്ത് ചികിത്സിക്കാനെത്തുന്ന രോഗി പോലും അങ്ങയുടെ വലിയൊരു സുഹൃത്തായി മാറും. പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് തോന്നുന്നത്, കാരണം സാറിന്റെ ഇടപെടൽ, സാർ നൽകുന്ന ചികിത്സ, അതിനൊക്കെ അപ്പുറം സാറ് രോഗികളെ കാണുന്നത് ഒരു സുഹൃത്തിനെ പോലെ, സ്വന്തത്തിനെ പോലെയാണ്. സാറിന് വലിയൊരു ജനകീയമായിട്ടുള്ള പിന്തുണ ഉണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ. അത് ഞാൻ മനസ്സിലാക്കിയത് പിന്നെ സാറിന്റെ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ അനൗൺസ്മെന്റ് വന്ന സമയത്ത് തന്നെ അതിന് ഏറ്റവും കൂടുതൽ പോസ്റ്റർ പോലും ഫോർവേഡ് ചെയ്തെന്ന് മൊത്തം പ്രചരിപ്പിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ്. ആ ജനങ്ങളുടെ എന്തുമാത്രം പിന്തുണ സാർ ഇതിൽ പ്രതീക്ഷിക്കുന്നുണ്ട്, അതിൽ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. തീർച്ചയായും എന്റെ ശക്തി എന്നത് എന്റെ രോഗിയും രോഗിയുടെ ബന്ധുക്കളും എന്റെ പ്രിയപ്പെട്ട നാട്ടുകാർ തന്നെയാണ്. നമ്മളെ അതാ ഞാൻ പറഞ്ഞത്,
കഴിഞ്ഞ 7 വർഷക്കാലത്ത് എന്റെ പ്രാക്ടീസിനിടയിൽ ഒരാൾ പോലും എന്നോട് മുഖം പൊളിപ്പിച്ചിട്ടില്ല. അതൊരു ഡോക്ടർ എന്ന രീതിയിൽ എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു സംഭവമാണ്. പലപ്പോഴും ഈ ആരോഗ്യ മേഖല എപ്പോഴും ഡൗട്ട്ഫുൾ ആയിട്ട് നിൽക്കുന്ന സമയത്ത് പോലും നമ്മളോട് ഇങ്ങനെ ഇടപെട്ട രോഗികൾ നമ്മളെ എങ്ങനെ ഞാൻ അവരെ കാണുന്ന പോലെ തന്നെയാണ് അവർ എന്നെയും കാണുന്നത്. ഏറ്റവും സന്തോഷകരമായ ഒരു സംഭവം തന്നെയാണ്. അതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ പ്രാക്ടീസ് ചെയ്യാനുള്ള ഊർജം നൽകുന്നതും ഈ പാതിരാത്രി 2:30 മണിയായാലും 3 മണിയായാലും നമ്മൾ സന്തോഷത്തോടെ രോഗികളെ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ്. തീർച്ചയായും ഏതായാലും ബഹുമാനപ്പെട്ട ഡോക്ടർ അദ്ദേഹത്തിന്റെ വിലപ്പെട്ട സമയത്തിനടുത്ത് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. പ്രധാനമായിട്ടും അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടു. കാരണം സാധാരണക്കാരായിട്ടുള്ള രോഗികൾക്ക്